വെൽക്കം ടു ജെംസ് ടോക്സ്. ഇന്ന് നിങ്ങളോട് എന്റെ തന്നെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. 2016 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കോളേജ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ. അപ്പൊ ഫസ്റ്റ് ലെവൽ ബ്ലോക്ക് ലെവലാണ്. ബ്ലോക്ക് ലെവൽ കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്ന ദിവസം ഞാൻ ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാ സൈഡിൽ നിന്നും ഫോർ ആൻഡ് എഗനിസ്റ്റ് ഒക്കെ പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ തലേ ദിവസം ഞാൻ ഇങ്ങനെ കോളേജിലേക്ക് പോകുന്ന വഴി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചു. കാലിലിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. ദൈവം സഹായിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഭയം എന്റെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, എന്റെ കാലിന് വേദനയാണ്, നാളെ പോകുന്നതിനുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കുക. അങ്ങനെ ഞാൻ പേടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചെറിയൊരു വോമിറ്റിംഗും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു, മമ്മി ഞാനിനി ഈ കോമ്പറ്റീഷന് പോകുന്നൊന്നുമില്ല, വെറുതെ എന്തിനാ ഞാൻ അതിനൊക്കെ പോകുന്നത്, എനിക്ക് അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി പറഞ്ഞു, വെറുതെ നമുക്കൊരു ട്രൈ നോക്കിയാലോ, ഇപ്പൊ ആക്സിഡന്റും കോമ്പറ്റീഷനും തമ്മിൽ എന്താ ബന്ധം, അതുകൊണ്ട് ഇന്നൊരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ഇതിന് നല്ലതിന് വേണ്ടിയിട്ട് അല്ലാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും. സോ മനസ്സോടെ ആണെങ്കിലും മമ്മിയുടെ ആ ഒരു കമ്പലിങ് കാരണം ഞാൻ ആ കോമ്പറ്റീഷന് പോയി. എനിക്ക് ആ കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ ഇൻസിഡന്റ് ഓർത്ത് വിഷമിച്ച് അവിടെ സ്റ്റക്കായിരുന്നിട്ട് ഇന്നത്തെ കോമ്പറ്റീഷന് പോകാതിരുന്നിരുന്നെങ്കിലോ എനിക്ക് ആ പ്രൈസ് കിട്ടുമായിരുന്നോ? ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. ജീവിതത്തിൽ ചില ദിവസങ്ങൾ നമുക്ക് മോശമായിരിക്കും, ചില ദിവസങ്ങൾ നല്ലതായിരിക്കും. നമ്മൾ നല്ല ദിവസങ്ങൾ വരുമ്പം നാളെ ഞാൻ ഇന്ന് ഇത്രയും സന്തോഷമുള്ളതുകൊണ്ട് നാളെ ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയോ? പക്ഷെ ചില മോശപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമ്മൾ പറയാറില്ലേ, ഞാൻ ഇനി ജീവിക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, ഇനി എന്റെ മുമ്പിൽ സക്സസ് ഇല്ല എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പിന്നോട്ട് വരാറില്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചില മോശപ്പെട്ട അവസ്ഥകളിലൂടെ കൊണ്ടുപോകുന്നത് ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം എനിക്ക് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ എത്രമാത്രം ധൈര്യമുണ്ട് എന്ന് കൂടി എനിക്കത് മനസ്സിലാക്കി തന്നു. വേറൊരു കാര്യം കൂടെ പഠിച്ചു. ഇന്നൊരു ദിവസം എന്റെ മോശമായെന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ദിവസം ദൈവം ചിലപ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും കരുതി വെച്ചിട്ടുണ്ടാവുക. അത് ഞാൻ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് മോശമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ടതോ ഓവർ വറീഡ് ആവേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. സോ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെ ഭവിക്കും. ഗോഡ് ബ്ലെസ് യു ആൾ.